എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്ത് പോത്തങ്കോട് നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നയാൾ അദ്ദേഹത്തിൻ്റെ മകളുമായി സ്കൂട്ടറിൽ യാത്ര ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് അതിനെന്തോ അസ്വസ്ഥത തോന്നി അദ്ദേഹം റോഡിൽ കുഴഞ്ഞു വീഴുകയാണ്. ധാരാളം ആളുകൾ ആ വഴിക്ക് കടന്നു പോയെങ്കിലും ആരും തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല. തൊട്ടുപുറകിൽ വന്ന ഒരു കാറ് നിർത്തി അതിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്ന് അവർ ഇദ്ദേഹത്തിന് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ നൽകുന്നു. അദ്ദേഹത്തിന് CPR നൽകുന്നു. 2 പ്രാവശ്യം ഛർദ്ദിച്ച് മരണത്തിലേക്ക് പൂർണ്ണമായി പോയിക്കൊണ്ടിരുന്ന ആ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മനോഹരവും സുന്ദരവും അതുപോലെ തന്നെ ദൈവികവുമായ ഒരു പ്രവൃത്തിയാണ് ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ നേഴ്സായ സിനിമോളാണ് ഇത്രയും വലിയ ഒരു ജീവകാരുണ്യ പ്രവൃത്തി അവിടെ ചെയ്തത്. അദ്ദേഹം ആരാധിക്കുന്ന ഒരു ദൈവം എൻ്റെ കാര്യങ്ങളിൽ കൂടി പ്രവർത്തിച്ചു എന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളൂ. നമ്മൾ പലപ്പോഴും പല വഴിക്കും നമ്മൾ പോകുമ്പോഴും ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോകാറുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. റോഡരിയിൽ ആരെങ്കിലും കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ അത് ഒരു പക്ഷേ നമ്മളതിനെ വേറെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ അവരുടെ വസ്ത്രങ്ങൾ മാറി കിടക്കുന്നുണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ അവർ ശരീരത്തിൽ മണ്ണ് പറ്റിയിട്ടുണ്ടാവും. എല്ലാം നമ്മളിത് മദ്യം കഴിച്ച് കിടക്കുകയാണ്. നമ്മളെല്ലാവരും അങ്ങ് സ്വയം കണ്ടെത്തുകയാണ് ഇവർ മദ്യം കഴിച്ച് കിടക്കുകയാണ് എന്നുള്ളവരും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഇങ്ങനെ ഒരാളെ കണ്ടാൽ, നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ഇയാൾക്ക് സംഭവിച്ചതെന്ന് ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. കഴിയുന്നത്ര CPR ഈ രീതിയിൽ കൂടി അൺകോൺഷ്യസായി പോയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് പല രീതിയിൽ കൂടി സംഭവിക്കാം. ഒരു പക്ഷേ വെള്ളത്തിൽ വീണവരോ, അതല്ല എന്നുണ്ടെങ്കിൽ വൈദ്യാഘാതമേറ്റവരോ, ഏതെങ്കിലും ഒരു ശ്വാസതടസ്സം ഉണ്ടായവരോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഹൃദയസ്തംഭനം ഉണ്ടായ ആൾക്കാരൊക്കെ ആയിരിക്കാം. പല രീതിയിലായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായി നമ്മൾ CPR കൊടുക്കണം. CPR കൊടുക്കാനായി, അല്ലെങ്കിൽ CPR എന്ന പ്രഥമ ശുശ്രൂഷ എങ്ങനെ നൽകാൻ കഴിയും എന്നുള്ള വിവരം നമ്മൾ ഓരോരുത്തരും, ഓരോ പൗരനും മനസ്സിലാക്കിയിരിക്കണം. ഹാൻഡ് വെച്ചിട്ട് 30 കംപ്രഷൻ കൊടുക്കണം അറ്റ് എ ടൈം. നമ്മൾ പുഷ് ഹാർഡ് ആൻഡ് പുഷ് ഫാസ്റ്റ് എന്നാണ് പറയുക. 1 മിനിറ്റിൽ 100 to 120 കംപ്രഷൻസ് കൊടുക്കണം. പിന്നെ ആഡക്വേറ്റ് ചെസ്റ്റ് റീകോയിൽ ഉണ്ടാവണം. നമ്മൾ പ്രസ് ചെയ്തിട്ട് കുറച്ചൊരു ചെസ്റ്റ് പൊങ്ങി വരാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കുക. 30 കംപ്രഷൻസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ 2 ബ്രെത്ത്സ് കൊടുക്കും പേഷ്യൻറ്റ്. ഞാനൊരിക്കലും അതിൽ വിദഗ്ധനല്ല, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാൻ ഒരു ആളുമല്ല. പക്ഷേ എല്ലാവരും തന്നെ യൂട്യൂബിലോ മറ്റോ കയറി കഴിഞ്ഞാൽ ധാരാളം വിദഗ്ധരായ ഡോക്ടേഴ്സ് ഈ രീതിയിൽ CPR കൊടുക്കുന്ന നല്ല രീതിയിലുള്ള വീഡിയോകൾ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മൾ ഓരോ മനുഷ്യനും, നമ്മൾ ഓരോ വ്യക്തികളും ഇതെങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കിയിരിക്കണം. വളരെ വിലപ്പെട്ടതാണ് മനുഷ്യജീവൻ. അതൊരിക്കലും നമ്മുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലമോ നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.